അസ്സലാമു അലൈക്കും. ഞാനും ഇത്ര നേരം ഇവിടെ ചർച്ച ചെയ്ത പാപ്പനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ആളാണ്. അപ്പൊ നമ്മുടെ മറുവിഭാഗം സംസ്ഥയുടെ ആളുകള് മഹല്ലുകളിലൊക്കെ സാധാരണക്കാരായ ആളുകൾ പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്ന രൂപത്തിൽ നമ്മളാണ് യഥാർത്ഥ ഷംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും ആളുകൾ എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ സാധാരണക്കാരായ ആളുകൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുത്തവരല്ലേ? എന്നിട്ട് അവരുടെ യഥാർത്ഥ ആളുകൾ നിങ്ങളാണ്, എന്താണ് നിങ്ങൾ പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി സാധാരണക്കാർ പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്ന രൂപത്തിലാണ്. അതായത് സംഘടനാപരമായ ഒരു പ്രശ്നം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി കേസ് കൊടുത്തു എന്നത് വലിയൊരു സംഘടനാ പ്രശ്നമായി പറയേണ്ടതല്ല എന്നും, അതേ സ്ഥാനത്ത് ഖുതുബയുടെ മുമ്പ് ഒരു തറപ്രസംഗം നടത്തുന്നത് ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും അങ്ങേയറ്റം വെറുപ്പോടുകൂടി വീക്ഷിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം നിർവഹിക്കുന്നത് ഇന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെയും ഇ കെ ഉസ്താദിന്റെയും ആളുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന സമസ്തയുടെ ആളുകൾ ഈ നേതൃത്വം കൊടുക്കുന്ന പള്ളികളിലാണ് എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ അവരുടെ ഭാഗത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചരണം പ്രത്യേകിച്ച് ഇപ്പോൾ പാപ്പിശ്ശേരിയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അസന്നിഗ്ധമായ രീതിയിൽ തന്നെ പറഞ്ഞു. അതൊക്കെ എല്ലാവരും കേട്ടവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന് ഉചിതമായ ഒരു മറുപടി നൽകി അത്തരം തെറ്റിദ്ധാരണകൾ വന്നവരെ മനസ്സിൽ നിന്ന് ആ ധാരണ തിരുത്താൻ ഈ വേദി നിങ്ങൾ ഉപകാരപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഇക്കാലത്ത് തെറ്റുധാരണ പരത്തുന്നതിന് വേണ്ടി അവർ സ്ഥിരമായി ചെയ്യാറുള്ള ഒന്നാണ് ജുമുഅക്ക് മുമ്പുള്ള ഒരു പ്രസംഗം. ആ പ്രസംഗം നടത്താത്തവരാണ് എ പി വിഭാഗം എന്നും നടത്തുന്നവരാണ് ഇ കെ വിഭാഗം എന്നും അവർ പ്രചരിപ്പിക്കലാണ്. യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തിലുള്ള ഉലമാക്കൾ മുഴുവനും എല്ലാ സ്ഥലങ്ങളിലും ജുമുഅക്ക് മുമ്പ് പ്രസംഗിച്ചേ പറ്റൂ എന്ന് ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ അവസരങ്ങളും അനുവാദവും നൽകി എന്നല്ലാതെ അതേക്കുറിച്ച് നടത്തിയേ പറ്റൂ എന്നൊരു തീരുമാനം ഇതുവരെ എവിടെയും ആരും എടുത്തിട്ടില്ല. അതേ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, എ പി വിഭാഗം അത് ഹറാമാണ്, കറാഹത്താണ്, പാടില്ല, നിഷിദ്ധമാണ്, പലതും പ്രചരിപ്പിക്കാറുണ്ട്. അവരുടെ ഉന്നത നേതാക്കൾ എന്ന് പറയുന്ന സംസ്ഥാന നേതാവാണ് സയ്യിദ് ബുഖാരി, അതായത് ടി എസ് കെ തങ്ങൾ ബുഖാരി എന്ന് പറയുന്ന എറണാകുളം കലൂർ പള്ളിയിലെ ജുമാഅത്ത് പള്ളിയിലെ ഖാദിയും ഖത്തീബുമായി നിൽക്കുന്ന ടി എസ് കെ തങ്ങള്. അദ്ദേഹം 40 കൊല്ലക്കാലമായി എറണാകുളം കലൂർ പള്ളിയിൽ ഇന്നും പ്രസംഗിച്ചു കൊടുക്കും ജുമുഅക്ക് മുമ്പ്. അതുപോലെ ഭീമാ പള്ളിയിൽ ഖത്തീബായിരുന്ന ബാദുഷാ സഖാഫി 1 മണിക്കൂറെങ്കിലും ജുമുഅക്ക് മുമ്പ് എല്ലാ ദിവസവും പ്രസംഗിച്ചിരുന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ദർസി അവിടെ ചെന്നപ്പോ നേരെ ബാദുഷാ സഖാഫി 1 മണിക്കൂർ പ്രസംഗിക്കുന്നത് കേട്ടപ്പോ എന്താ സഖാഫി നിങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നത് ചോദിച്ചപ്പോ അത് പ്രസംഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എ പി ഉസ്താദ് അതിനെ എതിരാണല്ലോ, എ പിക്ക് പോകാം എന്നല്ലാതെ വേറെ പ്രസംഗം മാറ്റി വെക്കൂല ബാദുഷാ സഖാഫി പറയുന്നു. അതുപോലെ കളമശ്ശേരിയിൽ വെച്ച് ഷുക്കൂർ സഖാഫി വെണ്ണക്കോട് സ്ഥിരമായി പ്രസംഗിച്ചിരുന്നു. മഞ്ചേരിയിൽ സിയൻകുട്ടി മൗലവി പ്രസംഗിക്കാറുണ്ട്. അതുപോലെ തോട്ടുപോയിൽ അബ്ദുറഹ്മാൻ വൈസ് പ്രസംഗിക്കാറുണ്ട്. മിഖ്ദാദ് വാക്കവി മലപ്പുറം ജില്ലയിലെ അവരുടെ സമസ്ത നേതാവ് അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്. അവിടെ ഒന്നും കുഴപ്പമില്ല എന്നും എന്നിട്ട് നാം മുഴുവനും ഹറാമ് ചെയ്യുന്ന ആളുകളാണ് എന്ന് വ്യാഖ്യാനിക്കുന്നു എന്നല്ലാതെ സമസ്തയുടെ ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തുക്കോയ തങ്ങള് അതുപോലെ പി കെ പി ഉസ്താദ് നമ്മുടെ ആലിമിന് മസല ചോദിച്ചാൽ എവിടെയും നിർബന്ധമായി നടത്തണമെന്ന് പറയുന്നില്ല. അതേ സമയത്ത് വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവിടെ അൽ കഹ്ഫ്, സ്വലാത്ത്, ദിക്ർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ പത്രവായന പാടില്ല, നാട്ടുവർത്താനം പാടില്ല, ഒന്നും പാടില്ല. അങ്ങനെ പാടില്ല പറയുന്ന ആൾക്കാർ സിറാജ് പത്രം വെള്ളിയാഴ്ച ലീവാക്കോ? ഇല്ല, സിറാജ് അവർ പുറത്തേക്ക് ഇറക്കും, അവർ ലേഖനങ്ങൾ എഴുതും, വായിക്കും, പ്രചരിപ്പിക്കും ഒക്കെ ചെയ്യും. അപ്പൊ വെള്ളിയാഴ്ച ദിവസങ്ങൾ മഹത്വങ്ങൾ പറഞ്ഞിട്ട് ഇല്ലാത്ത ഒരു മസല അവർ ഉണ്ടാക്കി പറയുന്നു. ഇസ്ലാമിൽ ഇല്ലാത്തൊരു ഹുക്മ പറയാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയില്ല. അത് ബിദഈ കക്ഷികളാകുന്ന ആളുകളുടെ സ്വഭാവമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു.